നമസ്കാരം. സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്തൊരു വൻ ചരിത്ര നേട്ടത്തിന് രാജ്യം ഇന്ന് സാക്ഷ്യം വഹിക്കുകയാണ്. ജനാധിപത്യ പ്രക്രിയയിലൂടെയും കൃത്യമായ ജനകീയ തെരഞ്ഞെടുപ്പിലൂടെയും രാജ്യത്തിന്റെ ഭരണചക്രം തിരിച്ച് തുടർച്ചയായി പ്രധാനമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ഭരണാധികാരി എന്ന അത്യപൂർവമായ റെക്കോർഡ് ബുധനാഴ്ച നരേന്ദ്രമോദി സ്വന്തം പേരിലേക്ക് മാറ്റിയെഴുതും. ഇന്ത്യയിൽ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ജനപിന്തുണയുടെയും ഭരണ തുടർച്ചയുടെയും തെളിവായി ഈ ദിനം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. പ്രധാനമന്ത്രി പദവിയിൽ കൃത്യം 4399 ദിവസങ്ങളാണ് അദ്ദേഹം ഇന്ന് പൂർത്തിയാക്കുന്നത്. ഇതിലൂടെ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ പതിറ്റാണ്ടുകളായി തകരാതെ കിടന്ന ചരിത്രപ്രസിദ്ധമായ റെക്കോർഡാണ് നരേന്ദ്രമോദി മറികടന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന നിലയിൽ തുടർച്ചയായി 4398 ദിവസം നെഹ്റു രാജ്യം ഭരിച്ചു. ഈ റെക്കോർഡ് ചരിത്രത്തിലേക്ക് വഴിമാറുമ്പോൾ നരേന്ദ്രമോദി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അജയ്യനായ ജനനായകനായി വീണ്ടും സ്വയം പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതോടൊപ്പം തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മറ്റൊരു വലിയ വസ്തുതയും നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രി എന്ന സർവ്വകാല റെക്കോർഡ് ഇപ്പോഴും പ്രഥമ പ്രധാനമന്ത്രി എന്ന നിലയിൽ ജവഹർലാൽ നെഹ്റുവിന്റെ പേരിൽ തന്നെയാണ് സുരക്ഷിതമായിരിക്കുന്നത്. ആകെ 6130 ദിവസങ്ങളാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് തൊട്ടു പിന്നാലെ 1947 ഓഗസ്റ്റ് 15-ാം തീയതിയാണ് നെഹ്റു ആദ്യമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നത്. എന്നാൽ ആ സമയത്തെ അദ്ദേഹത്തിന്റെ ഭരണാധികാരി പദവി എന്നത് പൊതുതെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ വോട്ട് ചെയ്ത് നിശ്ചയിച്ച ഒന്നായിരുന്നില്ല. പകരം 1947 മുതൽ 52 വരെയുള്ള കാലയളവിൽ ഇന്ത്യ ഭരിച്ച ഇടക്കാല സർക്കാരിനാണ് അദ്ദേഹം നേതൃത്വം നൽകിയത്. അതിനുശേഷമാണ് രാജ്യം അതിന്റെ ആദ്യത്തെ മഹത്തായ ജനാധിപത്യ പരീക്ഷണത്തിലേക്ക് കടക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് നടന്നത് 1952-ലായിരുന്നു. ആ ചരിത്രപരമായ പൊതുതെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനു ശേഷം 1952 മെയ് 13-ാം തീയതി മുതൽ 1964 മെയ് 27-ാം തീയതി അന്തരിക്കുന്നതുവരെ നെഹ്റു തുടർച്ചയായി പ്രധാനമന്ത്രി പദവിയിൽ തുടർന്നു. ഈ ജനകീയ ഭരണ കാലയളവാണ് 4398 ദിവസമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത്. മറുവശത്ത് സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തെ നയിക്കുന്ന നരേന്ദ്രമോദി 2014 മെയ് 26-ാം തീയതിയാണ് ആദ്യമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. അതിനുശേഷം നടന്ന 2 പൊതു തെരഞ്ഞെടുപ്പുകളിലും വൻ ഭൂരിപക്ഷത്തോടെ ജനങ്ങൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ മുന്നണിയെയും വീണ്ടും അധികാരത്തിലേറ്റുകയായിരുന്നു. ഈ ജനകീയ കുതിപ്പിനിടയിൽ കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ അദ്ദേഹം ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ വലിയൊരു റെക്കോർഡും മറികടന്നിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശക്തമായ സ്വാധീനമുണ്ടായിരുന്ന ഇന്ദിരാഗാന്ധി 1966 ജനുവരി 24-ാം തീയതി മുതൽ 77 മാർച്ച് 24-ാം തീയതി വരെ തുടർച്ചയായി 4077 ദിവസങ്ങളാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കസേരയിലിരുന്നത്. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾക്ക് ശേഷം വീണ്ടും ശക്തമായി തിരിച്ചുവന്ന അവർ 1984 ഒക്ടോബർ 31-ാം തീയതി വെടിയേറ്റു മരിക്കുന്നത് വരെയും രാജ്യത്തെ നയിച്ചു. അങ്ങനെ 2 ഘട്ടങ്ങളിലായി ആകെ 5829 ദിവസമാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യ ഭരിച്ചത്. നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന സർക്കാർ ഇപ്പോൾ കേന്ദ്രഭരണത്തിൽ 12 വർഷവും പിന്നിട്ട് വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. ജനാധിപത്യ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിലൂടെ തുടർച്ചയായി ലഭിക്കുന്ന ഈ ഭരണസ്ഥിരത ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ നരേന്ദ്രമോദി എന്ന പേര് സുവർണാക്ഷരങ്ങളാൽ എഴുതി ചേർക്കാൻ പര്യാപ്തമാണെന്നതിൽ യാതൊരു സംശയവുമില്ല.